പ്രൂഫിങ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ്. അതായത് ഡാം പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ചിലപ്പോൾ ചുരുക്കപ്പേര് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അറിയുമായിരിക്കും. DPC എന്ന് പറയും. അതായത് നമ്മൾ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫൗണ്ടേഷനൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ബേസ്മെൻറ്റ് കെട്ടിക്കഴിഞ്ഞിട്ട് ബേസ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ എർത്ത് ഫില്ലിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അല്ലേ? ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് എന്ത് DPC എന്ന് പറയുന്ന കോഴ്സ്. അതായത് ഡാം പ്രൂഫിംഗ് കോഴ്സ് നമ്മുടെ പ്ലിന്ത് ലെവലിൽ ചെയ്യുന്നതാണ്. എന്തിനാണ് ഡാം പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഡാംപിനെസ് എന്ന് പറയില്ല നമ്മൾ. ഡാംപിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പം എന്നാണ് അർത്ഥം. ഇപ്പം ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് മോയ്സ്ചർ, ഈർപ്പം എന്നാണ് ഡാംപിനെസ്സിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഡാം പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രൂഫ് ചെയ്യാനായിട്ട് നമുക്കതിനെ എന്താ പറയുക റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഈ ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഇനി ആവണമെന്നില്ല, മഴക്കാലമൊക്കെ ആകുമ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് ഈർപ്പം വരുന്നൊരു സാഹചര്യമുണ്ട് അല്ലേ? പല രീതിയിൽ നമുക്ക് വരാം. വീടിൻ്റെ അടിയിൽ നമ്മുടെ ഫ്ലോറിൽ ഈർപ്പം കയറി വരുന്ന ഒരു സിസ്റ്റമുണ്ട്. അതായത് ഇപ്പോൾ ഫ്ലോറിൽ മാത്രമല്ല, ചുമരിലേക്കും കയറി വരുന്നൊരു പരിപാടിയുണ്ട്. ഈ ഈർപ്പം മുകളിലേക്ക് കയറി വന്നിട്ട്, അതായത് അടിയിൽ നിന്ന് വെള്ളം നിന്നിട്ട് അതിൻ്റെ ഈർപ്പം നമ്മുടെ ഫൗണ്ടേഷൻ വഴി ബേസ്മെൻറ്റ് വഴി ഫ്ലോറിലേക്കും ചുമരിലേക്കും കയറി വരുന്ന ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊടുക്കുന്ന കോഴ്സാണ് ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരുവിധം എല്ലാ വീടുകളിലും നമ്മൾ DPC ചെയ്യുന്നുണ്ട്. അതായത് പ്ലിന്തിന് മുകളിലാണ് നമ്മൾ DPC ചെയ്യുന്നത്. ഇപ്പോൾ പലരും, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ സൈഡുകളിലും നമ്മൾ സാധാരണ മുകളിലാണ് ഡാം പ്രൂഫിംഗ് കോഴ്സ് നമ്മൾ ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ അത് സൈഡുകളിലും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം അവർ പറയണത് എന്താ വെച്ചാൽ, നമ്മൾ ഈ മണ്ണ് എർത്ത് ഫില്ലിങ് നടത്തുമല്ലോ, അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അത് ഈ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് അടിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന വെള്ളം തിരിച്ച് ഈ മണ്ണിലൂടെ കയറി വന്നിട്ട് എവിടെ നമ്മുടെ ഈ ബേസ്മെൻറ്റിൻ്റെ അകത്തേക്ക് കയറി അത് അങ്ങനെ കയറി വരാനുള്ള സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബേസ്മെൻറ്റിൻ്റെ, അതായത് അകത്ത് സൈഡുകളിലും എന്ത് കൊടുക്കുന്നുണ്ട്, ഡാം പ്രൂഫിംഗ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതിന് ഈർപ്പത്തിനെ തടയുക എന്നുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരുന്ന ഈർപ്പത്തിനെ തടയുക. ഈർപ്പത്തിനെ തടയാമെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബിൽഡിങ്ങിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്. ഡാം പ്രൂഫിംഗ് കൊടുക്കുന്നത് ബിൽഡിങ്ങിനകത്തേക്കുള്ള കടക്കുന്ന ഈർപ്പത്തിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ DPC എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കോൺക്രീറ്റ് ആയിട്ടും ഗ്രൗട്ടിംഗ് ആയിട്ടും പല രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡാം പ്രൂഫിംഗ് നമുക്ക് ഈ പാഠം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആകെ 2-3 പേജേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ആകെ ഇതിൽ പഠിക്കുന്നത് DPC എന്താണ്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് DPCയുടെ കാരണങ്ങൾ എന്താണ്, ഡാം പ്രൂഫിംഗ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഡാം പ്രൂഫിംഗ് ചെയ്യുന്നത്. ആകെ നമുക്കിതിൽ ഇത്രയും 3-4 ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ. പക്ഷേ അത് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് DPCയുമായി ബന്ധപ്പെട്ടിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മളുണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് പിന്നെ അത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് നോക്കാം, നമ്മുടെ നോട്ടിലേക്ക് വരാം എന്താണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നുള്ളൂ. ഒരു കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കഴിയുന്നത്ര ഈർപ്പരഹിതമായിരിക്കണം. ഈർപ്പരഹിതമാക്കാൻ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാം പ്രൂഫിംഗ് കോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ചുരുക്കപ്പേരാണ് എന്ത്, DPC എന്ന് നമ്മൾ പറയുന്നത്. ഡാം പ്രൂഫിംഗ് കോഴ്സ് എന്താണ്, കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളിൽ അത് കഴിയുന്നത്ര നമ്മൾ എങ്ങനെയുള്ളതായിരിക്കണം, ഈർപ്പരഹിതമായിരിക്കണം. ആ ഈർപ്പരഹിതമാക്കാൻ വേണ്ടി, അതായത് ഈർപ്പരഹിതമാക്കാൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷൊക്കെ എഴുതാട്ടോ, മോയ്സ്ചർ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഈ ഡാംപ്നെസ് ഇല്ലാണ്ടാക്കുക എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാട്ടോ.
ഇനിയിപ്പോൾ ഈർപ്പരഹിതമാക്കാൻ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ മോയ്സ്ചർ കണ്ടൻറ്റിനെ ഇല്ലാതാക്കാൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡാം പ്രൂഫിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. വീടിനകത്തേക്ക് കയറുന്ന, അതായത് വീടിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും, വീടെന്നല്ല കേട്ടോ, ഏത് ബിൽഡിംഗ് ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും കടക്കുന്ന മോയ്സ്ചർ കണ്ടൻറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡാം പ്രൂഫിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോഴേ കൊണ്ട് പഠിച്ചു പോവാട്ടോ. ആ ഡാം പ്രൂഫിംഗ് കോഴ്സിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, ചുരുക്കി പറയുന്ന പേരെന്താണ്, DPC എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ എസ്റ്റിമേഷനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഡാം പ്രൂഫിങ്ങിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, DPCയുടെ ക്വാണ്ടിറ്റി ഒക്കെ. ഓക്കെ, അപ്പോൾ DPC എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ്, വീടിനകത്തേക്ക് കടക്കും, വീടെന്ന് മീൻസ് ബിൽഡിങ്ങിനകത്തേക്ക് കടക്കുന്ന ഈർപ്പത്തെ ഇല്ലാതാക്കുന്ന പ്രോസസ്സിനെയാണ്, ആ പ്രക്രിയയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡാം പ്രൂഫിംഗ് കോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഡാം പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഡാംപ്നെസ് എന്ന് പറഞ്ഞാൽ ഈർപ്പം എന്നാണ്. ഡാം പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്, അതിനുവേണ്ടി റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം DPC എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് വരുന്നതാണ് ഈ DPC, അതായത് ഈർപ്പം ഉണ്ടാകാനുള്ള കാരണങ്ങൾ, കോസസ് ഓഫ് ഡാംപ്നെസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കയ്യിൽ ബുക്ക് ഉള്ളവർ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കോസസ് ഓഫ് ഡാംപ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാംപ്നെസ് ഇത് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഡാംപ്നെസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡാംപ്നെസ് ഉണ്ടാവാനുള്ള കാരണങ്ങളെന്ന്. കെട്ടിടം സ്ഥാപിച്ചിരിക്കുന്ന മണ്ണിലെ ഈർപ്പം ചുമരിലേക്കും അതുപോലെ തന്നെ നിലയിലേക്കും മുകളിലേക്കും അത് ഉയരുന്നു. കെട്ടിടം സ്ഥാപിച്ചിരിക്കുന്ന, അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ ഉണ്ടാകുന്ന ഈർപ്പം എങ്ങോട്ട്, മുകളിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എന്തുണ്ടാകും, ഡാംപ്നെസ് ഉണ്ടാകും. രണ്ടാമത് പറയുന്നത് എന്താണ്, ചുമരിൻ്റെ മുകൾ ഭാഗം മഴവെള്ളത്തിൽ നിന്നും ശരിയായി സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ചുമരിലൂടെ ഈർപ്പം അകത്ത് കടക്കാൻ ഇടയാകുന്നു. സീലിങ്ങിലെ ലീക്കും ഈർപ്പത്തിന് കാരണമാകും. കണ്ടോ, അതായത് ചുമരിൻ്റെ മുകൾ ഭാഗം മഴവെള്ളത്തിൽ നിന്ന് ശരിയായി സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നമുക്കിത് എന്തുണ്ടാവാം, അവിടെ നിന്ന് ചില വീടുകളിലൊക്കെ കാണാം അല്ലേ, നമുക്ക് മുകളിൽ മഴക്കാലം ആയി കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ സീലിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ റൗണ്ട് വെള്ളത്തിൻ്റെ പാടുകളൊക്കെ നമുക്ക് ഇങ്ങനെ കളർ പിടിച്ച പോലെ നമുക്ക് കാണാം, ഡിസൈനൊക്കെ പോലെ. അതൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു കുറവുകൾ കൊണ്ടുണ്ടാവുന്നതാണ്. പിന്നെ എന്താണ് പറയണത്, ബാൽക്കണിക്കും ഛജ്ജയ്ക്കും പുറത്തേക്ക്, ഛജ്ജ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ സൺഷെയ്ഡിനെയാണ് കേട്ടോ. ബാൽക്കണിക്കും സൺഷെയ്ഡിനും പുറത്തേക്ക് ശരിയായ ചെരിവില്ലെങ്കിൽ മഴവെള്ളം ചുമരിലൂടെ അകത്തേക്ക് കടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണല്ലേ, നമുക്കറിയാവുന്നതാണ് അതൊക്കെ. അന്തരീക്ഷത്തിലെ വാതകാവസ്ഥയിലുള്ള ഈർപ്പം തണുത്ത് ദ്രാവകാവസ്ഥയിലേക്ക് മാറി ചുമരും നിലവും നനയാൻ ആയിട്ടുള്ള സാധ്യതകളും കൂടുതലാണ്. പിന്നെന്താ പറയുന്നത്, കെട്ടിടം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തെ ഡ്രെയിനേജിൻ്റെ പോരായ്മയും ചുമരിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ പോരായ്മയും പരന്ന റൂഫിന് വേണ്ടത്ര ചെരിവ് ഇല്ലാതിരിക്കുന്നതും ഈർപ്പം കടന്നു വരുന്നതിന് കാരണമായേക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ്, എന്താ പറയണത്, കെട്ടിടം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തെ ഡ്രെയിനേജിൻ്റെ പോരായ്മ അല്ലേ, ശരിയായ രീതിയിൽ ഡ്രെയിനേജ് സിസ്റ്റം കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം നമുക്ക് എന്തിനുള്ള സാധ്യതകളും കൂടുതലാണ്, ഈർപ്പം നമ്മുടെ വീടുകളിലേക്ക് കയറാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൻ്റെ പോരായ്മ വരുമ്പോഴും, അത് ഇപ്പോൾ വെയിലുദിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ആ ഒരു ഡാംപ്നെസ് ഇല്ലാണ്ടാവും, പക്ഷെ അത് കിട്ടാത്ത സാഹചര്യം വന്നാൽ അതും പ്രശ്നമാണ്. പിന്നെന്താ പറയുന്നത്, പരന്ന റൂഫിന് വേണ്ടത്ര ചെരിവ് ഇല്ലാതിരിക്കുന്നതും ഈർപ്പം കടന്നു വരുന്നതിന് കാരണമായേക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ പോലും നമ്മളതിന് ചെറിയ രീതിയിലൊരു ചെരിവ് കൊടുക്കൂലേ, ആ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട്. അത് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിലും നമുക്ക് എന്ത് സംഭവിക്കും, ഈ ഡാംപ്നെസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവിടെ വെള്ളം കെട്ടി നിൽക്കൂലേ, അപ്പോൾ ചെറിയ രീതിയിലൊരു സ്ലോപ്പ് നമ്മൾ കൊടുത്തില്ലെങ്കിലും അത് ഈർപ്പം കടന്നു വരുന്നതിന് കാരണമാകും. പിന്നെന്താ പറയുന്നത്, മഴവെള്ളം പുറത്തേക്ക് ഒഴുകുന്ന പൈപ്പിൽ നിന്നും കെട്ടിടത്തിലേക്ക് ഈർപ്പം കടന്നു വരാം. അതായത് മഴവെള്ളം പുറത്തേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് ഇടൂലേ, അതിൽ നിന്ന് ഈർപ്പം വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ വീടിനകത്തേക്ക് കടക്കുന്ന ഡാംപ്നെസ്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
അപ്പോൾ ഈ ഡ്രെയിനേജ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് വെള്ളം പോകാനുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്ര കാരണങ്ങൾ പറയുന്നുണ്ട്? 6 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരു 5 എണ്ണമെങ്കിലും നിങ്ങളത് പഠിച്ചു വെക്കണം. 6 എണ്ണം പഠിച്ചു വെച്ചോളും, എന്നാലും നമുക്ക് 5 എണ്ണം നമുക്ക് ഓർത്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ, കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ? വീടിനകത്തേക്ക് കടക്കുന്ന ഈർപ്പത്തെ ഇല്ലാതാക്കുക, അതാണ് നമ്മൾ DPC കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ചില ആൾക്കാരും ചിലപ്പോൾ ഈ പാടത്തൊക്കെ വീടുകൾ വെച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഈർപ്പം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെ 5 കാരണങ്ങൾ. അപ്പം നമുക്ക് ഏകദേശം നമുക്കറിയാം എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത്. കെട്ടിടം സ്ഥാപിച്ചിരിക്കുന്ന മണ്ണിലെ ഈർപ്പം ചുമരിലേക്ക് അതുപോലെ തന്നെ മുകളിലേക്ക് ഉയർന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ട്, പിന്നെ ചുമരിൻ്റെ മുകൾ ഭാഗം നമ്മൾ ശരിയായ രീതിയിൽ മഴവെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തിനുള്ള സാധ്യത കൂടുതലാണ്? ഈർപ്പം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെന്താണ്? ബാൽക്കണിക്കും സൺഷെയ്ഡിനും പുറത്തേക്ക് ശരിയായ ചെരിവ് ഇല്ലെങ്കിൽ മഴവെള്ളം ചുമരിലൂടെ അകത്തേക്ക് കടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അന്തരീക്ഷത്തിലെ വാതകാവസ്ഥയിലുള്ള ഈർപ്പം തണുത്ത് ഇടയ്ക്ക് അല്ലേ, നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തായാലും നമുക്ക് ഒരു അവസ്ഥയുണ്ട്. അപ്പം അത് തണുത്ത് ഇടയ്ക്ക് നമുക്കറിയാം, സിമൻ്റൊക്കെ നമ്മൾ കുറച്ച് നേരം തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ദ്രാവകാവസ്ഥയിലേക്ക് മാറി ചുമരും നിലവും ഒക്കെ നനയാനുള്ള സാധ്യതകളും കൂടുതലാണ്. കെട്ടിടം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തെ ഡ്രെയിനേജിൻ്റെ പോരായ്മ. പിന്നെന്താണ്? സൂര്യപ്രകാശം ശരിയായിട്ട് ലഭിക്കാതെ വരിക. പിന്നെന്താണ്? പരന്ന റൂഫിന് നമ്മൾ ശരിയായ രീതിയിലുള്ള ചെരിവ് കൊടുക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ മഴവെള്ളം പുറത്തേക്ക് ഒഴുകുന്ന പൈപ്പിൽ നിന്നും കെട്ടിടത്തിനകത്തേക്ക് വെള്ളം വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പം ഇത്തരം കാരണങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്തേക്ക് വരുന്ന ഈർപ്പത്തെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചോദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈർപ്പം ഉണ്ടാകാനുള്ള കാരണങ്ങൾ, കോസസ് ഓഫ് ഡാംപ്നെസ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി അപ്പോൾ ഈർപ്പം ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത്. കാരണങ്ങളെ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ, എന്തുകൊണ്ടൊക്കെയാണ് ഈർപ്പം വീടിൻ്റെ അകത്തേക്ക് വരുന്നതെന്ന്. ഇനി പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് ഓഫ് ഡാംപ്നെസ് എന്നാണ് പറയുന്നത്. എഫക്ട്സ് ഓഫ് ഡാംപ്നെസ്. ഈ ഡാംപ്നെസ് എങ്ങനെയാണ് നമുക്ക് ദോഷമായി മാറുന്നത്, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, എന്തൊക്കെ ദോഷങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളെ ഏത് രീതിയിലാണ് ഈ ഡാംപ്നെസ് വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. എന്താണ് പറയണത്? ഈർപ്പം കാരണം കൊതുകുകൾ പെരുകുവാൻ ഇടയാകുന്നു. അതൊന്നാമത്തെ. പിന്നെന്താ പറയണത്? കെട്ടിടത്തിൻ്റെ ലോഹഭാഗങ്ങൾ തുരുമ്പെടുക്കുന്നു. ചുമരുകൾ വൃത്തികേടാകുന്നു. ചുമരിലെ പ്ലാസ്റ്ററിങ് ഇളകുന്നു. ഇഷ്ടിക, കല്ല്, ടൈൽ ഇവയ്ക്ക് ബലക്കുറവുണ്ടാകുന്നു. ഫ്ലോറിങ്ങിൻ്റെ ഉറപ്പ് കുറയുന്നു. കെട്ടിടത്തിൽ സ്ഥാപിച്ചിട്ടുള്ളതും കെട്ടിടത്തിനകത്തുള്ളതുമായ മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കൾ തകരാറാവാൻ ഇടയാകും. വൈദ്യുത ഫിറ്റിങ്ങുകൾ തകരാറാവുകയും ഷോർട്ട് സർക്യൂട്ടിന് കാരണമാവുകയും ചെയ്യും. ചിതൽ കൂടാനിടയാകുന്നു. രോഗാണുക്കൾ വർദ്ധിക്കാനിടയാകുന്നു. നിലം മൂടാനുള്ള കവറിങ് ഉപയോഗിക്കാൻ സാധ്യമല്ല. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ? ഇഷ്ടം പോലെ കാരണങ്ങളല്ലേ, ഒരു 10-11 കാരണങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു 4-5 എണ്ണമെങ്കിലും, 5 എണ്ണം ഒരു 10 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക, എന്നാലും നിങ്ങൾക്ക് 5 എണ്ണമെങ്കിലും എഴുതാനായിട്ട് പറ്റുള്ളൂ അല്ലേ. ഈർപ്പം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ അല്ലേ. ഈർപ്പം കാരണം കൊതുകുകൾ പെരുകാനിടയാകുന്നു. കെട്ടിടത്തിൻ്റെ ലോഹഭാഗങ്ങൾ കുറേ നാൾ നനവ് തട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ തുടങ്ങും? തുരുമ്പെടുക്കാൻ തുടങ്ങും. പിന്നെ ചുമരൊക്കെ ഒരു ആകെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒക്കെ ഇങ്ങനെ വന്ന് പല ഷേപ്പിലൊക്കെ ഇങ്ങനെ നിന്ന് അതങ്ങനെ ഒരു വൃത്തികേട് പോലെ ചുമര് ആകുന്നു. പിന്നെന്താണ്? പ്ലാസ്റ്ററിങ് ഒക്കെ ഇളകി പോരാനായിട്ട് ഇടയാകുന്നു. പിന്നെന്താ? ഈ ഇതിൽ ചുമരിലൊക്കെ ഇങ്ങനെ എപ്പോഴും വെള്ളം നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇഷ്ടികയ്ക്കൊന്നും എന്തുണ്ടാവില്ല, ബലമുണ്ട്. എപ്പോഴും കുതിർന്നിരിക്കുന്നൊരവസ്ഥയല്ലേ വരുന്നത്, വെള്ളത്തിൽ കുതിർന്നിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ബലക്കുറവ് പ്രതീക്ഷിക്കാം. മൊത്തത്തിൽ ബിൽഡിങ്ങിന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ബലക്കുറവ്
പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഫ്ലോറിൽ എപ്പോഴും വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഫ്ലോറിൻ്റെ ഉറപ്പും നമുക്ക് കുറയും. ഇപ്പോൾ ടൈലുകളിലൊക്കെ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതെന്തായി മാറും? അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകണ പോലുള്ളൊരവസ്ഥയിലേക്കൊക്കെ മാറും. പിന്നെന്താണ്? കെട്ടിടത്തിൽ സ്ഥാപിച്ചിട്ടുള്ളതും കെട്ടിടത്തിനകത്തുള്ളതുമായ മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കട്ടില, ജനല, വാതിലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഈർപ്പത്തിൻ്റെ അവസ്ഥ കണ്ടീഷൻ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനൊക്കെ എന്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്? കേടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ നമുക്ക് ഈ ഈർപ്പം നിൽക്കുമ്പോൾ നമുക്ക് അവിടെയൊക്കെ എന്ത് വരും? ചെതലുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുമൂലം രോഗാണുക്കൾ ഉണ്ടാകുന്നു. പിന്നെന്താ? ഇതിൽ ഈ ഈർപ്പം അങ്ങനെ നിൽക്കണ കാരണം നമുക്ക് നിലം മൂടാനുള്ള കവറിങ്ങോ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കാര്യങ്ങളോ നമുക്ക് ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു 10-11 കാരണങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് മനസ്സിലങ്ങ് ഉറപ്പിച്ചങ്ങോട്ട് വെക്കുക. ഈ എന്താണ് ഡാംപ്നെസ് എന്ന് മനസ്സിലാക്കുക. ആ ഡാംപ്നെസ് എന്താ പറയുക, ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് വീടിൻ്റെ അകത്തേക്ക് ഈർപ്പം വരിക എന്നുള്ളത്. ഇനി പറഞ്ഞത് എന്താണ്? ഈ ഈർപ്പം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മൂന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ രീതിയിലാണ് ഈ ഡാംപ്നെസ് നമ്മളെ ബാധിക്കുന്നത്? അതിലൊരു പോയിന്റ് നമ്മൾ വിട്ടില്ലേ, വൈദ്യുതി ഫിറ്റിങ്ങുകൾ തകരാർ, ഷോർട്ട് സർക്യൂട്ട് വരികയും ചെയ്യുന്നു അല്ലേ. നനവ് കട്ടി നിൽക്കുന്ന സമയത്താണ് ഈ ഷോർട്ട് സർക്യൂട്ടൊക്കെ വരാനുള്ള സാധ്യതകൾ നമുക്ക് കൂടുതലാണ്. അടുത്തെന്താണ്? ഡാം പ്രൂഫിംഗ് വസ്തുക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഓഫ് ഡാം പ്രൂഫിംഗ് മെറ്റീരിയൽ? എന്തൊക്കെ വസ്തുതകൾ, എന്തൊക്കെ അഡ്വാൻറ്റേജ്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നമുക്കൊരു ഡാം പ്രൂഫിംഗ് മെറ്റീരിയലിന് ഉണ്ടായിരിക്കേണ്ടത്? ഈട് നിൽക്കുന്നതായിരിക്കണം, ജലത്തെ കടത്തിവിടാത്തതായിരിക്കണം, വളയുന്നത് ആയിരിക്കണം, അതായത് ഫ്ലെക്സിബിൾ ആയിരിക്കണം, വിലക്കുറവുള്ളതായിരിക്കണം, സൾഫേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ് ഇവ അടങ്ങിയിരിക്കരുത്. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ക്വാളിറ്റികളാണ് എന്തിനു വേണ്ടത്? നല്ലൊരു ഡാം പ്രൂഫിംഗ് കോഴ്സിന് നമുക്ക് ആവശ്യമായിട്ടുള്ള. അപ്പോൾ ഒരു ഡാം പ്രൂഫിംഗ് കോഴ്സ് നമ്മൾ ഇടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അത് ഡ്യൂറബിലിറ്റി ഉള്ളതായിരിക്കണം. അതായത് അത് ഇട്ട് കഴിഞ്ഞിട്ട് നാളെ അത് നാശമായി പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിനെ കൂടുതൽ കാലം നിലനിൽക്കുന്നതായിരിക്കണം. പിന്നെന്താണ്? വെള്ളത്തിന് അകത്തേക്ക് കടത്തിവിടാത്ത മെറ്റീരിയലായിരിക്കണം. പിന്നെന്താ? വളയുന്നത് ആയിരിക്കണം, അതായത് ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വിലക്കുറവ്, ഫിനാൻഷ്യലി നമുക്ക് ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അത് വിലക്കുറവുള്ളതായിരിക്കണം. പിന്നെ അതിലെന്താണ്? ഇപ്പോൾ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ആവരുതാത്ത, അതായത് വേണ്ടാത്തൊരു കാര്യമാണ് അടുത്തത് പറഞ്ഞത്. എന്താ? സൾഫേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ് ഇവ മൂന്നും ഇതിൽ അടങ്ങിയിരിക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 5 പോയിന്റുകളുണ്ട്. ഈ 5 പോയിന്റും നിങ്ങൾ പഠിച്ച് വെക്കണം. അടുത്തത് പറയുന്നതാണ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ഡാം പ്രൂഫിംഗ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ഡാം പ്രൂഫിംഗ് മെറ്റീരിയൽസ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതിലൊന്നാമത് പറയണതാണ് ഹോട്ട് ബിറ്റുമിൻ. ഹോട്ട് ബിറ്റുമിൻ, ചൂടായിട്ടുള്ള ബിറ്റുമിൻ. എന്താണ് ബിറ്റുമിൻ? ബിറ്റുമിൻ എന്നുള്ള വാക്ക് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നന്നായി വഴങ്ങുന്ന ഈ വസ്തു 3 മില്ലിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ മോർട്ടാർ ബെഡിങ്ങിലാണ് നമ്മളിത് പുരട്ടുന്നത് എന്നാണ് പറയുന്നത്. അതായത് ബിറ്റുമിൻ എന്ന് പറഞ്ഞാൽ, ബിറ്റുമിൻ ആസ്ഫാൾട്ടൊക്കെ എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ ടാറില്ലേ, ടാറിനെ നേർപ്പിച്ച് എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ ബിറ്റുമിൻ എന്ന് പറയുന്നത്. നമ്മൾ റോഡിൻ്റെ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് എന്തെന്ന് പറയുന്നത്? ബിറ്റുമിൻ എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഡാം പ്രൂഫിംഗ് ആണ്. നമ്മൾ റോഡിൻ്റെ കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന, ടാറിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ടാർ ഉപയോഗിക്കുന്നില്ലേ, അപ്പോൾ ടാറിനേക്കാളും കുറച്ചുകൂടെ അതിൽ നിന്ന് നേർപ്പിച്ചെടുത്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഈ ബിറ്റുമിൻ എന്ന് പറയുന്നത്. അതുപോലെ ആസ്ഫാൾട്ട് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. ഇത് രണ്ടും നമ്മൾ റോഡിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. അതായത് ബൈൻഡിങ് മെറ്റീരിയൽ പോലെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഈ ആസ്ഫാൾട്ടും ബിറ്റുമിൻ എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ ഇത് നന്നായി വഴങ്ങുന്ന ഈ വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറാണ് ഉദ്ദേശിച്ചത്. ബിറ്റുമിൻ ടാറിനെ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കില്ലേ, അതാണ് ഈ ബിറ്റുമിൻ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ അത്രയും അങ്ങോട്ട് ഒരു ഹാർഡായിരിക്കില്ല അതിൻ്റെ ഇതെന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായി വഴങ്ങുന്ന ഈ വസ്തു 3 മില്ലിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ മോർട്ടാർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ബിറ്റുമിൻ നമ്മൾ പുരട്ടുന്നത്. അപ്പോൾ ബിറ്റുമിൻ ഒരു ഡാം പ്രൂഫിംഗ് കോഴ്സാണ്, ഹോട്ട് ബിറ്റുമിൻ. അടുത്തത് മാസ്റ്റിക് ആസ്ഫാൾട്ട്. ഞാൻ ആസ്ഫാൾട്ടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞുള്ളൂ. മാസ്റ്റിക് ആസ്ഫാൾട്ടിൽ പൂഴിയും മിനറൽ ഫില്ലറും ചേർത്ത് ലഭിക്കുന്ന ഈ വസ്തു ശ്രദ്ധയോടെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. അതായത് ആസ്ഫാൾട്ടിൽ നമ്മൾ മണലും അല്ലെങ്കിൽ മെറ്റലും സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഡാം പ്രൂഫിംഗ് കോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഡാം പ്രൂഫിംഗ് കോഴ്സ് എന്ന് പറയുന്നത് അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒന്ന് ബിറ്റുമിനാണ്, രണ്ടാമത്തേത് മാസ്റ്റിക് ആസ്ഫാൾട്ടാണ്. അടുത്ത എന്താണ് പറയുന്നത്? ബിറ്റുമിൻ ഫെൽറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ബിറ്റുമിൻ ഫെൽറ്റ്? നന്നായി വഴങ്ങുന്ന റോൾ രൂപത്തിലുള്ള ഈ വസ്തു സിമൻറ്റ് മോർട്ടാറിലാണ് വിരിക്കുന്നത്. ജോയിൻറ്റുകളിലെ ലാപ്പുകൾ ബിറ്റുമിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സീൽ ചെയ്യണം എന്നാണ് പറയണത്. ഇതൊരു റോള് രൂപത്തിലാണ് ഈ ബിറ്റുമിൻ ലഭിക്കുന്നത്. നമുക്കത് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു റോള് പോലെയാണ് ഈ സാധനം കിട്ടുക നമുക്ക്. അത് നമ്മളങ്ങനെ ആ ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ അതിലിങ്ങനെ ചേർത്ത് വെച്ച് പോവുകയാണ് ചെയ്യുക. അതിൽ ലാപ്പുകൾ, അതിലിടയിൽ വരുന്ന ഗ്യാപ്പുകൾ നമ്മൾ ബിറ്റുമിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ സീൽ വയ്ക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ബിറ്റുമിൻ ഫെൽറ്റ് ഇതൊക്കെ ഒരേ കണ്ടന്റ് തന്നെയാണ് നമുക്കതിൽ വരുന്നത്. ഹോട്ട് ബിറ്റുമിനും മാസ്റ്റിക് ആസ്ഫാൾട്ടും അതുപോലെ തന്നെ ബിറ്റുമിൻ ഫെൽറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് മെറ്റൽ ഷീറ്റ് പറയുന്നത്. മെറ്റൽ ഷീറ്റ്, ലെഡ്, കോപ്പർ, അലുമിനിയം ഷീറ്റുകൾ ഡാം പ്രൂഫിങ്ങിന് ഉപയോഗിക്കും. ലെഡ് തുരുമ്പ് പിടിക്കാത്തതാണെങ്കിലും സിമൻറ്റും ലൈമും തട്ടുന്ന ഭാഗത്ത് ബിറ്റുമിൻ പെയിൻറ് പുരട്ടിയിരിക്കണം. 3 മില്ലിമീറ്റർ കനത്തിൽ കോപ്പർ ഷീറ്റ് സിമൻറ്റ് അല്ലെങ്കിൽ മോർട്ടാർ നിറച്ചാണ് ഉറപ്പിക്കുന്നത്. ലെഡ്, കോപ്പർ ഷീറ്റുകളുടെ അത്രയും ഗുണമില്ലാത്ത അലുമിനിയം ഷീറ്റുകൾ ബിറ്റുമിൻ പെയിൻറ് പുരട്ടിയാണ് നമ്മൾ വിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നമ്മളോട്? മെറ്റൽ ഷീറ്റ് അല്ലേ? ഈ മെറ്റൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ലെഡ്, കോപ്പർ, അലുമിനിയം ഷീറ്റുകൾ ഡാം പ്രൂഫിന് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഡാം പ്രൂഫായിട്ട് ഉപയോഗിക്കുന്ന മെറ്റലുകൾ ഏതൊക്കെയാണ്? ലെഡ്, കോപ്പർ, അലുമിനിയം. ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ലെഡ്, കോപ്പർ, അലുമിനിയം. ഇനി ഇതിൻ്റെ കാര്യം പറയുന്നുണ്ട്. ലെഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ തുരുമ്പ് പിടിക്കാത്തതാണ്. പക്ഷേ സിമൻറ്റും ലൈമും തട്ടുന്ന ഭാഗത്ത് ബിറ്റുമിൻ പെയിൻറ് നമ്മൾ പുരട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്. ലെഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ എങ്ങനെയുള്ളതാണ്? അത് തുരുമ്പ് പിടിക്കില്ല. പക്ഷേ അതിൽ സിമൻറ്റും ലൈമും ഒക്കെ തട്ടുന്ന ഭാഗമാണെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ എന്ത് പെയിൻറ് പുരട്ടിയിരിക്കണം? ബിറ്റുമിൻ പെയിൻറ് നമ്മൾ പുരട്ടിയിരിക്കണം. 3 മില്ലിമീറ്റർ കനത്തിലുള്ള കോപ്പർ ഷീറ്റ് സിമൻറ്റ് അല്ലെങ്കിൽ മോർട്ടാർ നിറച്ചാണ് ഉറപ്പിക്കുന്നത്. 3 മില്ലിമീറ്റർ കനത്തിലുള്ള കോപ്പർ ഷീറ്റ് സിമൻറ്റ്, അതായത് കോപ്പർ ഷീറ്റ് സിമൻറ്റ് അല്ലെങ്കിൽ മോർട്ടാർ നിറച്ചാണ് ഉറപ്പിക്കുന്നത്. സിമൻറ്റ് അല്ലെങ്കിൽ മോർട്ടാർ നിറച്ചാണ് നമ്മളിത് ഉറപ്പിച്ച് വയ്ക്കുന്നത്. ലെഡ്, കോപ്പർ ഷീറ്റുകളുടെ അത്രയും ഗുണമില്ലാത്ത അലുമിനിയം ഷീറ്റുകൾ ബിറ്റുമിൻ പെയിൻറ് പുരട്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെയും മെയിൻ ഘടകം എന്ന് പറയുന്നത് എന്താണ്? ബിറ്റുമിൻ തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ കോപ്പർ ഷീറ്റുകളുടെ അത്ര ഗുണമില്ലാത്ത അലുമിനിയം ഷീറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്? അതിൻ്റെ മുകളിൽ നമ്മൾ ബിറ്റുമിൻ പെയിൻറ് നമ്മൾ പുരട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മെറ്റൽ ഷീറ്റുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? ലെഡ്, കോപ്പർ, അലുമിനിയം. അപ്പോൾ ലെഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തുരുമ്പ് പിടിക്കില്ല. എങ്കിൽ പോലും നമ്മളതിൽ സിമൻറ്റും ഇതൊക്കെ തട്ടുന്ന സമയത്ത് നമ്മളതിൽ എന്ത് ചെയ്തിരിക്കണം? ഈ ബിറ്റുമിൻ പെയിൻറ് നമ്മൾ പുരട്ടിയിരിക്കണം. അതുപോലെ തന്നെ അലുമിനിയം ഷീറ്റുകൾ പൊതുവേ അത്ര അങ്ങോട്ട് ക്വാളിറ്റി മറ്റതിനെ അപേക്ഷിച്ചിട്ട് ക്വാളിറ്റി കുറവാണെങ്കിലും നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബിറ്റുമിൻ പെയിൻറ് പുരട്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഷീറ്റ് ഫെൽറ്റ് കോമ്പിനേഷൻ. ലെഡ് ഫോയിലും ആസ്ഫാൾട്ട് അല്ലെങ്കിൽ ബിറ്റുമിൻ ഫെൽറ്റും ചേർത്ത്
ചേർത്ത് വെച്ച് ഡാം പ്രൂഫിങ്ങിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാണ്. അതായത് ഇത് മിക്സ് ലെഡ് ഫോയിലും ആസ്ഫാൾട്ടും അല്ലെങ്കിൽ വിറ്റമിൻ ഫെൽറ്റും ചേർത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡാം പ്രൂഫിങ്. അതായത് ഈ ലെഡ് ഫോയിലിൻ്റെ കൂടെ ആസ്ഫാൾട്ട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്, ബിറ്റുമിൻ ഫെൽറ്റ് ചേർത്തിട്ട് നമ്മൾ ഡാം പ്രൂഫിങ്ങിന് ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അടുത്തതാണ് സ്റ്റോൺസ്. 2 വരി ഗ്രാനൈറ്റ് അല്ലെങ്കിൽ സ്ലേറ്റ് 1:3 സിമെൻറ്റ് മോർട്ടാറിൽ ചുമരിൽ മുഴുവനായി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാം പ്രൂഫിങ്. അതായത് ചുമരിലേക്ക് വരുന്ന വെള്ളത്തിനെ കളയാനായിട്ട് നമുക്ക് വോൾ ടൈല് അല്ലേ, ഈ വോൾ ടൈല് കൊടുക്കാം. അതെങ്ങനെ, ടൈലല്ല പറയുന്നത്, ഗ്രാനൈറ്റ് ആണ് പറയുന്നത്. 2 വരി ഗ്രാനൈറ്റ് അല്ലെങ്കിൽ സ്ലേറ്റ്. ഇത് 1:3 സിമെൻറ്റ് മോർട്ടാറിലാണ് നമ്മൾ ചുമരിൽ പതിപ്പിച്ച് എടുക്കുക. അപ്പോൾ ചുമരിൽ അങ്ങനെ പതിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡാം പ്രൂഫിങ് ആയി എന്ന് പറയാം. അടുത്തത് ബ്രിക്കാണ്. ബ്രിക്ക് എന്താ, ഈർപ്പം കുറഞ്ഞ സ്ഥലങ്ങളിൽ കുറഞ്ഞ അളവിൽ ഈർപ്പം വലിച്ചെടുക്കുന്ന തരം ഇഷ്ടികൾ ഡാം പ്രൂഫിങ്ങിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അധികം ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ബ്രിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ കുറഞ്ഞ ഈർപ്പം വരുന്ന സ്ഥലങ്ങളിൽ കുറഞ്ഞ അളവിൽ ഈർപ്പം വലിച്ചെടുക്കുന്ന ഇഷ്ടികകൾ നമ്മൾ ഡാം പ്രൂഫിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, മോർട്ടാറാണ് പറയുന്നത്. 1:2 സിമെൻറ്റ് മോർട്ടാർ മറ്റു DPC വസ്തുക്കളോടൊപ്പം ഉപയോഗിക്കുന്നു എന്നാണ്. അതായത് ഈ മോർട്ടാർ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ 1:3 ആണ് പറഞ്ഞത് അല്ലേ. ഗ്രാനൈറ്റ് ഉപയോഗിക്കുന്നത് 1:3 നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് DPCക്ക് നമ്മൾ മോർട്ടാർ ഉപയോഗിക്കുന്ന റേഷ്യോ എന്താണെന്നുള്ളത് 1:3 ആണ്. ഓർത്ത് വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. DPC ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോർട്ടാറിൻ്റെ റേഷ്യോ 1:3. അതായത് 1 എന്ന് പറയുന്നത് സിമെൻറ്റും 3 എന്ന് പറയുന്നത് സാൻഡുമാണ്. അടുത്തതാണ് സിമെൻറ്റ് കോൺക്രീറ്റ്. 1:2:4 അല്ലെങ്കിൽ 1:1.5:4 മിക്സ് സിമെൻറ്റ് കോൺക്രീറ്റ് പ്ലിന്ത് ലെവലിൽ DPC ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. കനം 4 സെൻറ്റിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ വരെ. ഈർപ്പം കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അതിന്മേൽ 2 കോട്ട് ബിറ്റുമിൻ പെയിൻറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ്, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതാണ് കോൺക്രീറ്റ് ഗ്രൗട്ടൊക്കെ നമ്മൾ ഇടാറുണ്ടെന്നുള്ളത്. അപ്പോൾ മോർട്ടാർ ഇടുമ്പോൾ 1:3 ഇടണം. ഇനി കോൺക്രീറ്റ് ആണെങ്കിൽ 1:2:4 അല്ലെങ്കിൽ 1:1.5:4 എന്ന മിക്സാണ് നമ്മൾ DPCക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. 4 സെൻറ്റിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ വരെ കനം നമ്മളിതിനെ കൊടുക്കാറുണ്ട്. പിന്നെ എന്താ പറയണത്, ഈർപ്പം കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ എന്തടിക്കും, ബിറ്റുമിൻ പെയിൻറ്റ് നമ്മൾ അടിക്കുന്നതാണ് പറയുന്നത്. ഏതിൻ്റെ മുകളിൽ, ഈ കോൺക്രീറ്റോ അല്ലെങ്കിൽ മോർട്ടാറൊക്കെ ഇട്ടതിൻ്റെ മുകളിൽ നമുക്ക് ബിറ്റുമിൻ പെയിൻറ്റ് അടിക്കണം, നന്നായി വെള്ളം നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ. ഈ 1:2 റേഷ്യോ പറയുന്നത് 1 എന്ന് പറയുന്നത് സിമെൻറ്റും 2 എന്ന് പറയുന്നത് സാൻഡും 4 എന്ന് പറയുന്നത് മെറ്റലുമാണ് കേട്ടോ. അതായത് കോഴ്സ് അഗ്രിഗേറ്റ്. അടുത്തതാണ് എന്ത് പറയുന്നത്, പ്ലാസ്റ്റിക് ഷീറ്റ്. അതായത് 0.5 mm മുതൽ 1 mm വരെ കനമുള്ള കറുത്ത പോളിത്തീൻ 30 മീറ്റർ റോളായിട്ട് നമ്മൾ ലഭിക്കുന്നു. ചിലവ് കുറഞ്ഞ ഈ രീതി താൽക്കാലിക പരിഹാരത്തിന് ഉപയോഗിക്കുന്നു. ഡാം പ്രൂഫിങ്ങിന് താൽക്കാലിക പരിഹാരം എന്നേ പറയുന്നുള്ളൂ. പ്ലാസ്റ്റിക് ഷീറ്റുകൾ, അതായത് 0.5 mm മുതൽ 1 mm വരെ കനമുള്ള കറുത്ത പോളിത്തീൻ 30 മീറ്റർ റോളായിട്ട് നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ ഇതൊരു ചിലവ് കുറഞ്ഞ ഈ രീതി താൽക്കാലിക പരിഹാരത്തിനായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ഷീറ്റുകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, മെറ്റീരിയൽസ് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഡാം പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ മെയിനായിട്ട് ഇപ്പോൾ പറഞ്ഞതിൽ ഒരു 3-4 പോയിന്റുകളിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ബിറ്റുമിൻ കടന്ന് വന്നിട്ടുണ്ട്. പിന്നെ മെറ്റൽ ഷീറ്റ്, പിന്നെ ഷീൽറ്റ് ഫെൽറ്റ് കോമ്പിനേഷൻ, സ്റ്റോൺസ്, ബ്രിക്ക്, മോർട്ടാർ, സിമെൻറ്റ് കോൺക്രീറ്റ്. ഓർമ്മയിൽ നിൽക്കുന്ന ഒരു 5-6-7 പോയിന്റുകൾ നിങ്ങളത് ഓർത്ത് വെക്കണം കേട്ടോ. അത് ഏതൊക്കെയാണ്, ഇപ്പോൾ സിമെൻറ്റ് കോൺക്രീറ്റ് നമുക്ക് ഓർത്ത് വയ്ക്കാം, പ്ലാസ്റ്റിക് ഷീറ്റ് ഓർത്ത് വയ്ക്കാം, മോർട്ടാർ ഓർത്ത് വയ്ക്കാം, ബ്രിക്ക് ഓർത്ത് വയ്ക്കാം, സ്റ്റോൺ ഓർത്ത് വയ്ക്കാം. ഇപ്പം തന്നെ 5 പോയിൻ്റായി. പിന്നെ ഹോട്ട് ബിറ്റുമിൻ, മാസ്റ്റിക് അസ്ഫാൾട്ട്, ബിറ്റുമിൻ ഫെൽറ്റ്, മെറ്റൽ ഷീറ്റ്, അപ്പോൾ തന്നെ 9 എണ്ണമായി. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അതെങ്കിലും ഒരു 5-6-7 പോയിന്റുകൾ നിങ്ങൾ ഇതിന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, DPC എന്താന്ന് പറഞ്ഞു അല്ലേ. എന്താണ്, ഒരു വീടിനകത്തേക്ക് വെള്ളം കടക്കുന്നതിനെയാണ് നമ്മൾ ഈർപ്പം, ഡാംപ്നെസ് എന്ന് പറയുന്നത്. അതിനെ ഇല്ലാതാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. അതായത് DPC എന്ന്
പറയുന്നത്. പിന്നെ അതിൻ്റെ കോസസ് പറഞ്ഞു, കാരണങ്ങൾ പറഞ്ഞു, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഡാമ്പനസ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഡാമ്പനസ് ഉണ്ടാകുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണെന്നാണ് നമ്മൾ രണ്ടാമത്തേതിൽ പറഞ്ഞത്. പിന്നെ എന്താ പറയുക നമ്മൾ ഈ ഡാം പ്രൂഫിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്താണ്. ഈ 3 ക്വസ്റ്റ്യനും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ 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 ഓക്കെ.